ജയിലിൽ നിന്നിറങ്ങിയ കള്ളൻ രാജുവും കുടുംബവും എവിടെ? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ആസ്ഥാനമാക്കി ആയിരക്കണക്കിന് നിക്ഷേപകരെ പറ്റിച്ച കേസിൽ ജയിലിലായിരുന്ന നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്, നെടുമ്പറമ്പിൽ ഫിനാൻസ് തിരുട്ടുകുടുംബം, NM രാജുവും കുടുംബവും ഇപ്പോൾ എവിടെയാണ്? കബളിപ്പിക്കപ്പെട്ട നിക്ഷേപകരുടെ പരാതികളെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളിലിട്ട 20ഓളം FIRകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ജയിലിലായത്. NM രാജു, ഭാര്യ ഗ്രേസ് രാജു, മക്കൾ അലൻ ജോർജ്, ആൻസൺ ജോർജ് എന്നിവരാണ് അറസ്റ്റിലായി ജയിലിലായത്. കഴിഞ്ഞ മാസം ജയിലിൽ നിന്നിറങ്ങിയ ഇവർ കേരളത്തിൽ തന്നെയുള്ള ഒരു സുഖവാസ കേന്ദ്രത്തിൽ ആണെന്നാണ് വിവരം. ആയിരക്കണക്കിന് കോടി രൂപ ഇവർ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇവരുടെ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ്. പുറത്തിറങ്ങിയാൽ കബളിപ്പിക്കപ്പെട്ട ആളുകൾ തല്ലിക്കൊല്ലും എന്ന് ഭയന്നാണ് ഇവർ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. പാസ്പോർട്ട് എല്ലാവരുടെയും സറണ്ടർ ചെയ്തിരിക്കുന്നതിനാൽ ഇന്ത്യ വിടാൻ സാധ്യതയില്ല. കേരളത്തിലുടനീളം ഏതാണ്ട് 200ഓളം ബ്രാഞ്ചുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഫിനാൻസ് സ്ഥാപനങ്ങൾ കൂടാതെ വസ്ത്രം എന്ന പേരിൽ ഒരു വസ്ത്രവ്യാപാരശാലയും നെടുമ്പറമ്പിൽ ഓട്ടോമൊബൈൽസ് എന്ന പേരിൽ കിയ, ടാറ്റ വാഹനങ്ങളുടെ ഡീലർഷിപ്പും ഇവർക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടവും ഉണ്ടായിരുന്നു. ഇതിനോടകം 10,000 കോടിയിലധികം രൂപയുടെ ആസ്തി ഇദ്ദേഹം പല പേരുകളിൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് വിവരം. പെന്തക്കോസ്ത് വിഭാഗമായ IPC സഭാംഗമായ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ധാരാളം പാസ്റ്റർമാരും ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. കൃത്യമായി പലിശയും മേടിച്ചിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹം. ഒരു സമയത്ത് രാജാവിനെ പോലെ വാണ NM രാജു പൊട്ടാനുള്ള കാരണം ഇന്നും അജ്ഞാതമാണ്. അപ്പനും മക്കളും മത്സരിച്ച് കോഴിപിടുത്തം നടത്തിയതാണ് ഒരു പ്രധാന കാരണം എന്നാണ് സ്റ്റാഫുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കേരള കോൺഗ്രസിലെ അന്തരിച്ച ഒരു പ്രമുഖ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ രാജുവിനെ വിശ്വസിച്ച് സഹസ്ര കോടികൾ നിക്ഷേപിച്ചിരുന്നു. ആ പണം തിരികെ നൽകാതിരിക്കുവാനുള്ള രാജുവിന്റെ ഒരു അടവാണ് ഇത് എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു. അതേതാണ്ട് ശരിയാണ് എന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 7,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ട് ഇതുവരെ 100ൽ താഴെ FIRകളെ ഇവരുടെ പേരിൽ ഉണ്ടായിട്ടുള്ളൂ. നിലവിലെ പരാതികളെല്ലാം കൂടെ കൂട്ടിയാൽ തന്നെ ഏതാണ്ട് 250 കോടിയിൽ താഴെ രൂപയുടെ മൂല്യമേ വരൂ. ബാക്കി തുകയെല്ലാം കള്ളപ്പണമായതിനാൽ അവർക്ക് പ്രത്യക്ഷത്തിൽ പരാതിയുമായി വരുവാൻ നിർവാഹമില്ല. ഈ തുകകളിൽ ഒരു ഭാഗം നൽകി നിക്ഷേപകരെ ആശ്വസിപ്പിച്ച് ബാക്കിയുള്ള സ്വത്തുവകകൾ ഏതെങ്കിലും വലിയ ഗ്രൂപ്പിനെ കൊണ്ട് ടേക്ക് ഓവർ നടത്തി വിൽക്കുവാൻ സാധിക്കുന്ന ബിനാമി വസ്തുക്കളെല്ലാം വിറ്റ് രാജ്യം വിടുവാനുള്ള പദ്ധതിയാണ് അണിയറയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസ് കൊടുത്താൽ പണം തിരികെ കൊടുക്കില്ല എന്ന് വിരട്ടിയതിനാൽ പകുതിയിലധികം നിക്ഷേപകരും ഇപ്പോഴും കേസ് കൊടുത്തിട്ടില്ല എന്നാണ് വിവരം. നെടുമ്പറമ്പിൽ രാജുവിനും സംഘത്തിനും ഇപ്പോഴും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഇപ്പോഴും ഇവരുടെ ബ്രാഞ്ചുകൾ എല്ലാം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. പണം തിരികെ കിട്ടും എന്ന പ്രതീക്ഷയിൽ നിക്ഷേപകരും കാത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടും ജയിലിലായിട്ടും ഈ കാട്ടുകള്ളന്റെ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് പോലീസും രാഷ്ട്രീയക്കാരുമാണ്. ഇവർക്ക് പണം നൽകി സംരക്ഷണം ഉറപ്പാക്കി നിക്ഷേപകരെ വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കം. തട്ടിപ്പു രാജുവിന്റെ വസ്തുവകകളും ബിനാമി സ്വത്തുക്കളും കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ രാജ്യം വിടും, നിക്ഷേപകർ വഴിയാധാരമാകുകയും ചെയ്യും. ഇനി ITV ന്യൂസിലേക്ക് വിളിച്ച 2 നിക്ഷേപകരുടെ അനുഭവം കേൾക്കുക. ആദ്യം പള്ളിപ്പാട് സ്വദേശിയായ KG ബേബിയും തുടർന്ന് ലതികയും സംസാരിക്കും. ഞാൻ ഇത് പള്ളിപ്പാട് നിന്നാണ്. എൻ്റെ പേര് KG ബേബി. കർത്തേരി പഠിച്ചതിൽ നെടുമ്പറമ്പ് ബാങ്കിലെ പ്രശ്നങ്ങൾ നിങ്ങൾ വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിപ്പാട് ബ്രാഞ്ചിലാണ് ഞങ്ങളുടെ പൈസ ഇട്ടേക്കുന്നത്. ആലപ്പുഴ ജില്ല പള്ളിപ്പാട്. കാരണം ഞങ്ങൾ പ്രായം 10-70 വയസ്സുള്ളവരാണ്. എൻ്റെ മോനാണ് ഒരു മാനസിക പ്രശ്നമുള്ളവനാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ശമ്പളം കിട്ടുന്നതനുസരിച്ച് 2,000, 3,000, 5,000 ഒക്കെ വെച്ച് ഇങ്ങനെ 50,000, 25,000 വെച്ച് ഞങ്ങളുടെ ഒരു 10-12 ലക്ഷം രൂപ ഞങ്ങളുടെ 2 വർഷങ്ങളുണ്ട്. പിന്നെ അത് ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സാറിന്റെ ഇത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ എൻ്റെ വൈഫ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. കേസൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ചേർന്ന് ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പ്രായമായി 70, 22 വയസ്സായിട്ട് ഞങ്ങൾക്ക് വേറെ അന്വേഷിച്ചാൽ ആരുമില്ല. മാനസിക പ്രശ്നം. പിന്നെ ഇതുകൊണ്ട് പലിശ കിട്ടി ജീവിക്കാനില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ പട്ടിണി കിടന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ജോലിയായിരുന്നു? എനിക്ക് ജോലി എന്ന് പറഞ്ഞ പള്ളിയിലെ കപ്പിയാരാണ് ഞാൻ. അപ്പോൾ അവിടുന്ന് വല്ല 10,000 രൂപ കിട്ടുന്ന ഒരു 2,000, 3,000 വെച്ച് പിന്നെ ഇങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് 25,000 കിട്ടും. അതിന് കൂടെ അതിൻ്റെ പിന്നെ കുറച്ച് ഇടുമായിരുന്നു. എൻ്റെ വൈഫിന് പിന്നെ ഇച്ചിരി പൈസ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തതും അത് വൈഫും കൊണ്ടിട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ 2 പേരുടെയും പൈസ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുത്ത് അയാളെ പിടിച്ചുകൊണ്ടൊക്കെ പോയി. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പൈസ കിട്ടില്ല. അതിൻ്റെ യാതൊരു വിവരവും ഇല്ല.
അന്നേരമായിട്ട് സാറിന്റെ പിന്നെ ഇത് കണ്ടത്. സാറിന്റെ ചാനലൊക്കെ ഞങ്ങൾ മിക്കവാറും കാണും. ജയിലിലായിരുന്നു, ഇറങ്ങിയില്ലേ കുടുംബസമേതം എല്ലാരും? ഇപ്പൊ ഇറങ്ങിയെന്ന് പറയുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു ഫ്ളാറ്റിൽ ആലപ്പുഴ ഞങ്ങൾ ഫ്ളാറ്റിൽ താമസിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വിവരമില്ല. ഇപ്പൊ ഇവരുടെ സമീപനം എന്താ? ഇവരെന്താ പറയുന്നത്? ഇവരുടെ ബ്രാഞ്ചുകൾ തുറന്നിട്ടുണ്ടോ? ഇവരൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് കേസ് കൊടുത്തിട്ടില്ലെന്ന് ചോദിക്കുന്നു. അപ്പൊ അവർ തരുമെന്നാ പറയുന്നത്. ഞാൻ നിങ്ങൾ എന്നിട്ട് പള്ളിപ്പാട് ബ്രാഞ്ച് ഉണ്ട്, അവിടെ ചെന്ന് ചോദിച്ചിട്ട് സാറേ വിവരം ഞങ്ങൾ എങ്ങനെ ഇപ്പോഴും തുറക്കുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ബ്രാഞ്ച് ഉണ്ടോ? ഓഫീസ് തുറക്കുന്നുണ്ട്. ഓഫീസിന് യാതൊരു കുഴപ്പമില്ല, അവർ തുറക്കുന്നുണ്ട്. അത് പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ഇടപെടും. അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോലീസിനെ പേടിച്ച് ഞങ്ങൾ നിൽക്കുക. ഈ കൊള്ള നടത്തിയവർക്ക് പോലീസ് സംരക്ഷണം കൊടുത്ത് അവരുടെ കച്ചവടം തുടരുന്നു. ഒറ്റ നടന്നുകൊണ്ടിരിക്കുക. എല്ലായിടും തിരുവല്ലായിലുമുണ്ട്, പള്ളിപ്പാടുണ്ട്, തട്ടാരമ്പലത്തിലുണ്ട്, കടപ്പുറമുണ്ട്. ഇവരെല്ലാം പോലീസിന് സംരക്ഷണം അങ്ങനെയുള്ള കടകൾ എല്ലാം തുറക്കുന്നുണ്ട്. എന്ത് കണ്ടാണ് ഇത്രയും പൈസ കൊണ്ട് ഈ കള്ളന്മാർക്ക് കൊടുത്തത്? സാറേ ഞങ്ങൾ ഇതിന്റെ എഴുതി കിട്ടുമല്ലേ. ഞങ്ങളുടെ അടുത്തൊരു അച്ഛൻ കുഞ്ഞെന്നും പറഞ്ഞു കൈമുട്ടില്. അച്ഛൻ പറഞ്ഞു ഞാൻ എനിക്ക് പള്ളിയിൽ നിന്ന് എനിക്ക് ഇച്ചിരി പൈസ കിട്ടി 50,000 രൂപ, അതാ തുടക്കം. അപ്പൊ ഞാൻ പറഞ്ഞാടാ നീ ഇവിടെ കൊണ്ടിട, അതിന്റെ ഇത് അങ്ങനെ ഇത്ര കഴിയുമ്പോ ഇത് വരും അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചു. പക്ഷെ പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു എനിക്ക് അച്ഛാ കാശ് തന്നില്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അവിടെ 10 സെന്റ് സ്ഥലത്തിനകത്ത് ഞാൻ വന്ന് താമസിക്കുമെന്നും പറഞ്ഞു. അതെന്താ നീ ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അന്ന് പക്ഷെ അച്ഛൻകുഞ്ചാൻ മരിച്ചുപോയി. അച്ഛൻകുഞ്ചാന്റെ ചേട്ടന്റെ കുറെ പൈസ ഇവിടെ കിടപ്പുണ്ട്. അത് അവിടെ അൽപ്പാട്ട കട വിട്ടിട്ട് കൊണ്ടിട്ടിരിക്കുന്നതാ. അത് മരിച്ചപ്പോ അങ്ങനെ തുച്ഛമായ കാശേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പൈസ പള്ളിപ്പാട്ടുകളുടെ ഒരുപാട് പൈസയുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ പൈസ പോയേക്കുന്നത്? 2 പേരുടെ ഉണ്ട്. ഊസമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത പൈസ ഞങ്ങൾക്ക് അറിയത്തില്ലേ. അച്ഛൻകുഞ്ചായ ഓർത്തഡോക്സ് അച്ഛൻകുഞ്ചാന്റെ കയറബില്ല് കൊണ്ടിട്ടത്. കൈമൂട്ടിലെ നല്ലൊരു വ്യക്തിയാണ് അച്ഛൻകുഞ്ചെന്ന് പറയുന്നത്. ആ ആളിന്റെ കയറബില്ല് കൊണ്ട് ഇട്ടത്. പുള്ളിയാരും നമ്മൾ സാമാന്യം നല്ല കുടുംബക്കാരനാണ് ഈ അച്ഛൻകുഞ്ചാന്ന് പറയുന്നത്. കള്ളത്തിലൊന്നും ഇല്ലാത്ത ആളാ. കാര്യം നമുക്ക് പണ്ട് തൊട്ട് നമ്മുടെ അയൽവെക്കുക. അല്ല ബെന്തിക്കോസ് എന്നൊക്കെ പിന്നെ ഞങ്ങൾ അറിയുന്നത് ബെന്തിക്കോസുകാരാന്നുള്ളത്. ഏതാണ്ട് ഈ പാസ്റ്റർമാർ തമ്മിൽ അടിയുണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചെന്ന് അന്നേരം ഞങ്ങൾ അറിഞ്ഞ ബെന്തിക്കോസാന്നുള്ളത്. പിന്നെ അറിയുന്ന ഈ മാണിയായിട്ടുള്ള ഏതാണ്ട് വലിയ പാർട്ടിക്കാരനൊക്കെ ആണെന്ന് പിന്നെ ഇയാളെ തന്നെ കാണുന്ന ഇവർ ഫോട്ടോ കാണിച്ചാണ് ഞങ്ങൾ കാണുന്നത് ഒരു തവണ. അല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ല. കാര്യം ഞങ്ങൾ അച്ഛൻകുഞ്ചാനെ ഉദ്ദേശിച്ചത് അച്ഛൻകുഞ്ചാനെ കൊണ്ട് ഉണ്ടായിട്ടത്. കാര്യം കുഞ്ചൻ നല്ല സാമാന്യം നല്ല കഴിവുള്ളവരും ഒരു കുടുംബക്കാരനും. അപ്പൊ ഇങ്ങനെ പള്ളിയിൽ നിന്ന് എനിക്കില്ല പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒരു 50,000 രൂപ കിട്ടി. അത് ഞാൻ കൊണ്ടിട്ട് അപ്പം പിന്നെ നമുക്ക് പൈസ ഇപ്പൊ 70 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടിട്ട് കുറച്ച് ഇങ്ങനെ വരുന്നതനുസരിച്ച് ആരെങ്കിലും തരുന്നതനുസരിച്ച് വെള്ളപ്പൊക്കത്തിന്റെ കാശ് എല്ലാം അവിടെ കൊണ്ടിടുമല്ലേ. കാര്യം നമുക്ക് ഈ ഇത്രയും വയസ്സല്ലേ. എനിക്കാണെങ്കിൽ കയ്യും കാര്യമൊക്കെ വേദന, ഭയങ്കര വേദന. ഈ അന്വേഷിച്ച് മോനൊരു മാനസിക പ്രശ്നമുള്ളവനാ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവനൊരു ഇതാ. ഞങ്ങൾക്ക് വേറെ കാര്യം നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആരോട് ചോദിക്കാൻ എന്താ പറയാനാ? ഭാര്യയ്ക്കും സുഖമില്ലാത്ത ആൾ, ഇൻവെസ്റ്റവും ഇതെല്ലാം ഉള്ള ആളാ. ഈ പൊട്ടുന്നതിന് മുമ്പ് പലിശ കൃത്യമായിട്ട് തരുമായിരുന്നോ? ഞാൻ മേടിക്കത്തില്ല. എന്റെ വൈഫ് ഒരു 5-8 മാസത്തിന് മുമ്പ് വരെ പലിശ കിട്ടുമായിരുന്നു കുറച്ച്. പക്ഷെ ഞാൻ പിന്നെ ഒരു 5-6 സെന്റ് സ്ഥലം സാറേ ഞാനിപ്പോൾ ആറ്റിറയിലാണ് താമസിക്കുന്നത്. അവിടെ മേടിക്കാന്നുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാഞ്ഞത്. ഞാൻ അങ്ങോട്ട് ഈ അച്ഛൻകുഞ്ചാൻ്റെ വീടിൻ്റെ അടുത്ത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം ഒന്നിച്ച് വരട്ടെ ഇരിക്കുകയായിരുന്നു. ഇതിനെ പൊട്ടുമെന്ന് അറിയുന്നില്ലല്ലോ സാറേ. ഇത് വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുക, കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെയാ ഇവരുടെ ലോൺ നടന്നുകൊണ്ടിരിക്കുകയില്ലയോ. ഇത് പൊട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി പേരുടെ പൈസ പോയത് ഇതുപോലെ? ഒരുപാട് പേരുടെ പോയിട്ടുണ്ട്. പള്ളിപ്പാട്ട് തന്നെ ഒരുപാട് പോയിട്ടുണ്ട്. തട്ടാരമ്പലത്തിൽ എനിക്കറിയാം. അതും പള്ളിപ്പാട്ടുള്ള ഒരാളാണ് അവിടുത്തെ മാനേജർ. പള്ളിപ്പാട്ടുകാർ ഒരുപാട് പേരുടെ പോയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരോടും ചേർന്ന് അവിടെ പ്രതിഷേധമൊന്നും നടത്തിയില്ലേ? പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ പോലീസിനെ ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുത്തിട്ട് അവരെല്ലാതൊക്കെ എഴുതി എല്ലാം തന്നു. നമ്മുടെ കേസിൽ എഫ്ഐആറിട്ടായിരുന്നോ? നമ്മുടെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഞാൻ നെടുമ്പറമ്പിലെ ഒരു ഫിനാൻസിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. ഞാനും 17 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു സാറേ. ഇപ്പൊ എന്റെ മച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ്. അപ്പൊ അതിനെന്ത് വേണോന്നറിയണം. ഇപ്പൊ അവരെല്ലാം ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പരാതി കൊടുക്കണോ അതോ ഇവര് മാനേജർ? പരാതി കൊടുക്കണ്ടേ? 15 ലക്ഷം രൂപ പോയിട്ട് പരാതി കൊടുക്കണ്ടേ? അപ്പൊ നമ്മള് കൊടുത്ത ബാങ്കിലെ മാനേജർ പറയുന്നത് നിക്ക് അവര് ഇറങ്ങി ഇപ്പൊ ശരിയാകും എന്ന് പറയുന്നു സാറേ. അപ്പൊ എവിടെ ശരിയാകാനാ? എത്രായിരം പേർക്ക് ആണ് 1000 കോടി രൂപ കൊടുക്കാനുള്ളത്? അവന്മാരുടെ സ്വത്തെല്ലാം ലിക്വിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവന്മാർ അത് വേറെ ബിനാമി പേരുകളിലാക്കി എല്ലാം വിറ്റ് അവന്മാര് രാജ്യം വിടും. എവിടുന്ന തന്നെ വിളിക്കുന്നേ? ഞാൻ കറ്റാനത്തുനിന്ന്, കായംകുളം പള്ളിക്ക്. ഏത് ബ്രാഞ്ചിലാണ് ഇവരുടെ ഇട്ടത് പൈസ? നമ്മുടെ കറ്റാനം ബ്രാഞ്ചില്. എത്ര ലക്ഷം ഇട്ടായിരുന്നു? 17 ലക്ഷം. ഹസ്ബൻഡ് പട്ടാളക്കാരനായിരുന്നു. ഇരിഞ്ഞു വന്ന പൈസ മോടെ കല്യാണത്തിന് സ്വർണം വാങ്ങിക്കാൻ 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് ഇട്ടതാ സാറേ. ഇപ്പൊ അവന്മാരെന്തോ പറയുന്നത്? ഇപ്പം ആ ബാങ്കിലെ മാനേജറെ കാണുമ്പോൾ മാനേജർ പറയുന്നത് ഇപ്പൊ അവര് ഇറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോ അതിന്റെ എല്ലാം ശരിയാകും, അവിടെ നിൽക്കി ഇപ്പോഴേ പരാതി കൊടുക്കണ്ടെന്നാ സാറേ പറയുന്നത്.
പരാതി കൊടുത്തില്ലെങ്കിൽ നാളെ അവർ ചോദിക്കുക നിങ്ങളുടെ പൈസ പോയിട്ട് നിങ്ങൾ പരാതി എന്തുകൊണ്ട് ഇത്ര കാലം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? അതാ സാറേ ഞാൻ അതൊന്നും അറിയാനോ. എങ്ങനെ ഇത് കൊടുത്തത് ഇവർക്ക്? 13% പലിശക്കെന്നും ഈ പറഞ്ഞ 13% പലിശ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണ്ടേ മുതൽ പോകുന്നു. 13% പലിശ പറഞ്ഞാൽ ഒന്നേ വല്ലോ മയക്കുമരുന്ന് കച്ചവടം നടത്തണം, അല്ലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തണം. 13% പൈസ എവിടുന്ന് എടുത്ത് തരുമെന്ന് നമുക്കൊരു മിനിമം ഓർക്കണ്ടേ? നമ്മുടെ തൊട്ടടുത്ത ആളായിരുന്നു മാനേജർ, നമ്മുടെ 2 വീടിന്റെ അപ്പുറം. തൊട്ടടുത്ത ആളുകളല്ല പറ്റിക്കപ്പെട്ടത്. പലിശ കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയും വരെ പറ്റിച്ചോണ്ട് പോകും. പുള്ളി പറഞ്ഞ അവിടെ ഇട്ടാ നല്ല പലിശ തരാമെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ചു. അപ്പൊ നമ്മൾ അവിടെ കിടന്ന് പൈസ നമ്മുടെ കയ്യിൽ പൈസ മേടിച്ച മാനേജറുടെ പേരെന്തുവാ? എത്ര വർഷമായി നമ്മളിപ്പോ പൈസ കൊടുത്തിട്ട്? ഈ നവംബർ ആയപ്പോ 1 വർഷം കഴിഞ്ഞു സാറേ. നവംബർ 26 ആയപ്പോ. നിങ്ങളുടെ ഒരു സാമ്പത്തിക അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ അവസ്ഥ? മോടെ കല്യാണം കഴിഞ്ഞു, എന്തോ ഇപ്പൊ അവസ്ഥ എന്തോ? കഴിഞ്ഞില്ല, മോടെ കല്യാണം ഇനിയിപ്പോ 6 മാസം. ഇപ്പൊ നിശ്ചയം കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇനി കല്യാണത്തിലേക്ക് പൈസ വേണം. അതിന് ഞാൻ ഇദ്ദേഹത്തിനോട് പറയുമ്പോ ലതിക അവിടെ നെല്ല് വാങ്ങിച്ചു തരാം, ലതികയുടെ കാര്യം പരിഹരിക്കാമെന്ന് മാനേജർ പറയുന്നു. നമുക്കിപ്പോ എന്ത് ചെയ്യാം? പെന്തക്കോസ്തുകാരനായ NM രാജു വാതുറന്നാൽ ദൈവവചനങ്ങൾ മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. കോഴിപിടുത്തത്തിന് പോകുമ്പോൾ പോലും ഉത്തമഗീതമായിരുന്നു പറയുന്നത്. സൂത്രം സൂത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.